ഹലോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായ ദിവസം അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യദിന പ്രസംഗമാണെന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം തന്നെയാണ് എനിക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റ് വരുമ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മുറ്റുമടിക്കലും പാത്രം കഴുകലും കഴിയുമ്പോഴത്തേക്കും നല്ലോണം നനഞ്ഞു. എന്തായാലും നനഞ്ഞു, എന്നാൽ കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിന് സ്കൂളിൽ പോകണം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അവിടെ സ്കൂളിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 8:30 ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ 2 ദോശ ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെ പൊന്നൂസിനെ സ്കൂളിൽ വിട്ടു. ഇപ്പോഴാണ് കാലത്തത്തെ ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും പൊന്നൂസ് തിരിച്ചു വന്നു. വരുമ്പോൾ 2 നാരങ്ങ മിഠായി കൊണ്ടുവന്നു. അതിലൊന്ന് എൻ്റെ വായിൽ വെച്ച സീനാണ് ഇപ്പോൾ കണ്ടത്. അപ്പം ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കടുക് തളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ വീഡിയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. പിന്നെ പൊന്നൂസിനും മോനേട്ടനും ഒരേ നിർബന്ധമായിരുന്നു, ഇത്രത്തോളമൊക്കെ ആയില്ലേ, എന്തായാലും ഈ വീഡിയോ കൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോനേട്ടൻ കാലത്തെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു, പിറന്നാളായിട്ട് പായസം വെക്കുന്നുണ്ടോ എന്ന്. ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാനും പൊന്നൂസും കഴിഞ്ഞ ദിവസം പരിക്കേട്ടാവിൽ പോയിട്ട് നമ്മൾ സദ്യയും പായസവും ഒക്കെ കുടിച്ചിട്ട് വന്നു. അപ്പോൾ പായസം കുടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മൂപ്പർക്ക് കുറച്ചൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ശരിയെന്ന് വെച്ചിട്ട് പായസം വെക്കാനായിട്ട് നിന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മോനേട്ടന് ചെറുപയർ പരിപ്പാണ് പായസം കൂടുതൽ ഇഷ്ടം. എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോയി കുറച്ച് ചെറുപയർ പരിപ്പ് മേടിച്ചിട്ട് വന്നു, ശർക്കരയും കൊണ്ടുവന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഞാൻ ഈ പായസത്തിൽ നമ്മുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത പാലാണ്. അപ്പോൾ അതൊഴിച്ച് ഉടനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നെയ്യൊന്നും സ്റ്റോക്കില്ല. അപ്പോൾ ഉള്ള ഡാൽഡിയിൽ നിന്ന് കുറച്ച് ഡാൽഡി എടുത്തിട്ട് ഒഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് പപ്പടം കൂടി വറുത്തേക്കാണ്. പപ്പടം ഇല്ലാതെ എന്ത് പായസം അല്ലേ? അപ്പോൾ എന്തായാലും കുറച്ച് പപ്പടം കൂടെ വറുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഏലക്കായും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഒക്കെ കുറേശ്ശേ ഉള്ളു. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ഉള്ളത് വറുത്ത് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പായസം ഇങ്ങനെ പോട്ടെ. വരുമാനമൊന്നും ഇല്ലാത്ത ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പായസവും സദ്യയും ഭക്ഷണമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ചോറ്, സാമ്പാർ, ബീറ്റ്റൂട്ട് ഉപ്പേരി, ഒരു നെല്ലിക്ക അച്ചാർ, പപ്പടം, പായസം, ഇത്രയും കൊണ്ട് ഇന്നത്തെ പിറന്നാൾ സദ്യ ഞങ്ങളിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇനി പായസം. മോനേട്ടന് BP ഉള്ളത് കാരണം തന്നെ ഒരു പപ്പടത്തിൻ്റെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. അത് പൊട്ടിച്ചിട്ടിട്ട് പായസം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസും അതേപോലെ പപ്പടം ചേർത്തിട്ട് പായസം കുടിച്ചു. ഞാൻ അങ്ങനെയല്ല, പപ്പടവും ഒരു പഴവും കൂടെ ചേർത്ത് കുഴച്ച് അങ്ങനെയും ഞാൻ പായസം കഴിച്ചു. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ AVM ഫാമിലിയുടെ വക പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.